ജീവിതത്തിൽ പ്രയാസങ്ങളും പ്രതിസന്ധികളും തിരമാല പോലെ വന്നു കയറുന്ന അവസരങ്ങളുണ്ട്. കരകാണ കടലിൽ ഉഴറുന്ന നൗക പോലെ മനുഷ്യർ ഒറ്റപ്പെട്ടു പോകുന്ന നിമിഷങ്ങളുണ്ട്. എന്നാൽ അപ്രകാരമുള്ള അവസ്ഥകളിലും ദൈവം തൻ്റെ മക്കൾക്കായി ചില പച്ചത്തുരുത്തുകൾ ഒരുക്കുന്നു. സങ്കീർത്തകൻ ഇപ്രകാരം പാടുന്നുണ്ട്: നിന്റെ ജീവിതം കർത്താവിന് ഭരമേൽപ്പിക്കുക, കർത്താവിൽ വിശ്വാസമർപ്പിക്കുക, അവിടുന്ന് നോക്കിക്കൊള്ളും. ഇത് അനു അൽഫോൺസ് ജേക്കബ്, ചെങ്ങളം സെയിൻറ് ആൻ്റണീസ് തീർത്ഥാടന ദേവാലയ അംഗം. വിശുദ്ധ പത്രോസ് മുതൽ ഫ്രാൻസിസ് മാർപ്പാപ്പ വരെയുള്ള 266 മാർപ്പാപ്പമാരുടെ ചിത്രം 5.5 മാസക്കാലത്തെ കഠിന പ്രയത്നത്തിലൂടെ വരച്ച ഈ +1 വിദ്യാർത്ഥിനി ഇന്ന് നാട്ടുകാർക്കും വീട്ടുകാർക്കും അത്ഭുതമാണ്. ചിത്രകല പഠിച്ചിട്ടില്ലാത്ത അനു ഇടവക വൈദികരുടെയും മിഷൻ ലീഗ് പ്രവർത്തകരുടെയും പ്രേരണയിലാണ് മാർപ്പാപ്പമാരുടെ ചിത്രങ്ങൾ വരയ്ക്കാൻ ആരംഭിച്ചത്. ഇന്ന് ഈ ചിത്രങ്ങളെല്ലാം ചെങ്ങളം പള്ളിയിൽ നിത്യാരാധന ചാപ്പലിനോട് ചേർത്ത് പ്രദർശിപ്പിച്ചിരിക്കുന്നു. അനു അൽഫോൻസ ജേക്കബ് തടത്തിൽ എന്ന കുട്ടി +1 വിദ്യാർത്ഥിനിയായിരിക്കുന്ന കുട്ടിയാണ്. കഴിഞ്ഞ 5.5 മാസക്കാലം കൊണ്ട് സഭയിൽ ഇതുവരെ ഉണ്ടായിരുന്ന എല്ലാ മാർപ്പാപ്പമാരുടെയും ചിത്രങ്ങൾ ഏറ്റവും നല്ല രീതിയിൽ വരച്ചിരിക്കുന്നത്. വളരെയധികം ആളുകൾ ഈ ചിത്രങ്ങൾ കാണുകയും വളരെ നല്ല അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുകയുമാണ് ചെയ്തിരിക്കുന്നത്. സഭാവിശ്വാസിയും സീറോ മലബാർ യൂത്ത് മൂവ്മെൻറ്റിൻ്റെ സജീവ അംഗവും അതുപോലെ തന്നെ വളരെ നല്ലൊരു ചെറുപുഷ്പ മിഷൻ ലീഗ് പ്രവർത്തകയുമാണ് അനു അൽഫോൻസ. പഠനത്തിൽ ഒട്ടും തന്നെ പിന്നോക്കം നിൽക്കാതെ തനിക്ക് ലഭിക്കുന്ന സമയങ്ങളൊക്കെ തന്നെ നന്നായിട്ട് പഠിക്കുവാനും അതുപോലെ തന്നെ ഇപ്രകാരമുള്ള ചിത്രരചനകളിൽ മുഴുകുവാനും അൽഫോൻസയ്ക്ക് സാധിക്കുന്നുണ്ട്. ഞാൻ ചെറുപ്പം മുതലേ ഇങ്ങനെ ചിത്രരചനയിലൊക്കെ വളരെ താല്പര്യമുണ്ടായിരുന്നു. കുഞ്ഞിലെ മുതലേ വരയ്ക്കുമായിരുന്നു. അന്നേരം വീട്ടുകാർ നല്ല സപ്പോർട്ടായിരുന്നു. പിന്നെ ഇപ്പം ഇങ്ങനെ വരയ്ക്കുന്ന ഇതൊക്കെ കണ്ടപ്പോഴത്തേക്കും ഞങ്ങളുടെ വികാരിയച്ഛൻ പറഞ്ഞു, നീ ഇങ്ങനെ ഒന്ന് വരച്ച് നോക്ക്, 266 മാർപ്പാപ്പമാരുടെയും പടം ഇതുവരെ ആരും അങ്ങനെ ട്രൈ ചെയ്തിട്ടില്ല, നീ ഒന്ന് ശ്രമിച്ച് നോക്കാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങളുടെ മിഷൻ ലീഗിൻ്റെ ഭാരവാഹികളെല്ലാവരും കൂടെ അതിൻ്റെ വേണ്ടുന്ന മാർപ്പാപ്പമാരുടെ ചിത്രങ്ങളെല്ലാം എനിക്ക് കൊണ്ടു തന്നു. അന്നേരം ഞാൻ വിചാരിച്ചു വരച്ച് നോക്കാം. പഠിക്കാനൊക്കെ ഉണ്ടായിരുന്നെങ്കിലും ഇതൊരു നല്ല കാര്യമാണ്, ഒരു ദൈവം കൊണ്ടു തന്നൊരു അനുഗ്രഹമാണെന്ന് എനിക്ക് തോന്നി. അന്നേരം ഞാൻ വിചാരിച്ചു ഇങ്ങനെ ഒന്ന് ചെയ്യുന്നതുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ ഒരു നല്ല നേട്ടം തന്നെ ആയിരിക്കും എന്ന് വിചാരിച്ചു. അതുകൊണ്ട് ഞാനത് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ അത് 5.5 മാസങ്ങൾ കൊണ്ട് വരച്ചു.
ഇടയ്ക്കൊക്കെ വളരെയധികം ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പഠിത്തത്തിൻ്റെ ആണെങ്കിലും അങ്ങനെ വളരെയധികം ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു. എങ്കിലും എങ്ങനെയെങ്കിലും ഇത് തീർത്ത് കൊടുക്കണം എന്നൊരു ആഗ്രഹം മനസ്സിലുണ്ടായിരുന്നു. പിന്നെ എല്ലാ ദിവസവും പ്രാർത്ഥിക്കുമായിരുന്നു ഈ ഒരു ആഗ്രഹം പൂർത്തീകരിച്ച് കാണാൻ വേണ്ടി. അങ്ങനെ കുറച്ച് നാളത്തെ ഒരു 5.5 മാസത്തെ കഠിനമായ പരിശ്രമം കൊണ്ട് തന്നെ അവസാനം എനിക്ക് ഈ ലക്ഷ്യം പൂർത്തീകരിക്കാൻ സാധിച്ചു. ഏറ്റവും അവസാനമായിട്ട് ഞങ്ങൾ ഡിസംബർ 26-ാം തീയതി 2017 ഞങ്ങളുടെ മിഷലിങ്ങിൻ്റെ ഭാരവാഹികളുടെ എല്ലാവരും കൂടി ഒരു സമ്മേളനം ഉണ്ടായിരുന്നു. അവിടെ വെച്ച് ഇത് ഔദ്യോഗികമായിട്ട് മാർ ജോസ് പള്ളിക്കൽ പിതാവാണിത് പ്രകാശനം ചെയ്ത് ഔദ്യോഗികമായിട്ട് എനിക്കതിൻ്റെ ഒരു മൊമെൻ്റോ ഒക്കെ കിട്ടി. നല്ല രീതിയിൽ അത് പ്രദർശിപ്പിച്ചു. ഇപ്പോഴും അത് ഞങ്ങളുടെ സെൻറ് ആൻ്റണീസ് ദേവാലയത്തിൽ ഇത് പ്രദർശനത്തിനായിട്ട് വെച്ചിട്ടുണ്ട്. വയസ്സുള്ളപ്പോൾ തന്നെ ഇങ്ങനെ ഈ ഭിത്തിയിലൊക്കെ കുത്തി വരയ്ക്കുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നു. അത് അമ്മയ്ക്കൊന്നും അത്രയ്ക്ക് ഇഷ്ടമില്ലായിരുന്നു. എപ്പോഴും വഴക്കൊക്കെ പറയുമായിരുന്നു. പക്ഷേ എൻ്റെ വല്യപ്പച്ചനും പപ്പയൊക്കെ നല്ല സപ്പോർട്ടായിരുന്നു. അവൾ വരച്ചോട്ടെ എന്ന് പറഞ്ഞ് എനിക്ക് ആദ്യം തന്നെ ഞാൻ ഇങ്ങനെ കുത്തി വരയ്ക്കുന്നത് കണ്ടിട്ട് കളറൊക്കെ വാങ്ങിച്ചു തന്നു, ചെറിയ ക്രയോൺസൊക്കെ. അങ്ങനെ പിന്നെ ക്രയോൺസ് കൊണ്ടായി വരാം. പിന്നെ പതുക്കെ പേപ്പറും പെൻസിലും കിട്ടി. അങ്ങനെ പിന്നെ കളേഴ്സിലേക്ക് മാറി. എന്നെ വാട്ടർ കളറൊക്കെ അങ്ങനെ ഞാൻ പോയി പഠിച്ചിട്ടില്ലെങ്കിലും എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ തന്നെ വരയ്ക്കാൻ തുടങ്ങി. പിന്നെ ചെറുപ്പത്തിൽ തന്നെ ചെറിയ മത്സരങ്ങൾക്കൊക്കെ പോയി തുടങ്ങി. അങ്ങനെ അവിടുന്ന് സമ്മാനം കിട്ടി. അങ്ങനെ പ്രോത്സാഹനമായി. പിന്നെ വീട്ടുകാരും പിന്നെ ആൻറ്റിമാരും എല്ലാവരും ഞാൻ വരയ്ക്കുന്ന പടങ്ങൾ കണ്ടിട്ട് നല്ല കാര്യമാണ്, തുടരണം എന്ന് പറഞ്ഞു. ക്ലാസ്സിലും കുറച്ച് വരയ്ക്കുന്ന കുട്ടികളുണ്ടായിരുന്നു. അപ്പോൾ അവരെയൊക്കെ പഠിപ്പിക്കുന്നത് കണ്ടപ്പോൾ എനിക്ക് തോന്നി എനിക്കൊന്ന് വരയ്ക്കാൻ പഠിച്ചാൽ കൊള്ളായിരുന്നു. അവരൊക്കെ ട്രെയിനിങ് കിട്ടിക്കഴിയുമ്പോൾ കുറച്ചുകൂടെ നമ്മുടെ ടാലൻറ്റിനെ കുറച്ചുകൂടെ തേച്ച് എനിക്ക് എടുക്കാൻ പറ്റും. അന്നേരം എനിക്ക് പപ്പയോടൊക്കെ പറഞ്ഞു നോക്കി. അന്നേരം പപ്പ പറഞ്ഞു നമുക്ക് വരയ്ക്കാൻ. അങ്ങനെ എന്നെ സ്കൂളിൽ തന്നെ പഠിപ്പിക്കുന്നുണ്ടായിരുന്നു. അവിടെ കുറച്ച് ദിവസം പോയി. അത് കഴിഞ്ഞപ്പോൾ എനിക്ക് ഇങ്ങനെ തുടർച്ചയായിട്ടുള്ള ആ ഒരു ഇത് എനിക്ക് മടുപ്പ് തോന്നി. അങ്ങനെ പിന്നെ പുറത്തുനിന്ന് പപ്പ കുറച്ച് ബുക്കുകളൊക്കെ വാങ്ങിത്തന്നി വരയെക്കുറിച്ചുള്ള. അങ്ങനെ ഞാൻ തന്നെ എൻ്റേതായ രീതിയിൽ വരയെപ്പറ്റി സ്വന്തമായ രീതിയിലൊന്ന് ശ്രമിച്ചു നോക്കി. എനിക്ക് 266 മാർപ്പാപ്പാരെയും വരയ്ക്കാനുള്ള പ്രചോദനം ആദ്യം തന്നത് ഞങ്ങളുടെ ഇടവകയുടെ വികാരിയച്ഛനായിരുന്ന റവറൻഡ് ഫാദർ മാത്യു പുതുമേനച്ചനും പിന്നെ ഞങ്ങളുടെ കൊച്ചച്ഛനായിരുന്ന റവറൻഡ് ഫാദർ ജോമി കുമ്പക്കാട്ടച്ഛനും പിന്നെ ഞങ്ങളുടെ മിഷലിങ്ങിൻ്റെ ഇപ്പോൾ ഞങ്ങൾ നയിച്ചുകൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ സെബാസ്റ്റ്യൻ സാറുമാണ്. അപ്പോൾ സാറും അച്ഛന്മാരും എല്ലാവരും പറഞ്ഞു, നീ ഇങ്ങനെ ഒരു കാര്യം ചെയ്യണം, 266 മാർപ്പാപ്പന്മാരെയും വരയ്ക്കണം എന്ന് പറഞ്ഞ് ഒരു ഐഡിയ തന്നു, ഇങ്ങനെയാണ് വരയ്ക്കേണ്ടത്. അപ്പോൾ എനിക്ക് ആദ്യം സംശയമായിരുന്നു എന്നെക്കൊണ്ട് ഇതൊക്കെ ചെയ്യാൻ പറ്റുമോ, കാരണം ഞാൻ അങ്ങനെ കാര്യമായിട്ടൊന്നും വരച്ചിട്ടില്ല, അങ്ങനെ കാര്യമായിട്ട് ഈ വരയൊന്നും പഠിച്ചിട്ടില്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുമെന്നായിരുന്നു എൻ്റെ ഒരു സംശയം. അപ്പോൾ അവർ പറഞ്ഞു, നിന്നെക്കൊണ്ട് ഇത് ചെയ്യാൻ സാധിക്കും, പതുക്കെ ചെയ്താൽ മതി, ഇത്ര ഇടവേള വെച്ച് പതുക്കെ പഠിത്തത്തിനൊപ്പം കൊണ്ടുപോയാൽ മതി എന്നൊക്കെ പറഞ്ഞു. അങ്ങനെയാണ് എനിക്ക് ഇതിനുള്ളൊരു കോൺഫിഡൻസ് കിട്ടിയത്. ആദ്യമൊക്കെ എനിക്കൊരു സംശയമായിരുന്നു, എങ്കിലും പതിയെ എന്നെക്കൊണ്ട് തോന്നി എനിക്കിത് പറ്റും. പിന്നെ ഇതൊരു നിസ്സാരമായ കാര്യമല്ല, കാരണം 266 മാർപ്പാപ്പന്മാരുണ്ട്.
നമ്മുടെ സഭയുടെ ആദ്യത്തെ മാർപ്പാപ്പയായ വിശുദ്ധ പത്രോസ്ലീഹ മുതൽ നമ്മുടെ 266-ാമത്തെ ഇപ്പോഴത്തെ മാർപ്പാപ്പയായ ഫ്രാൻസിസ് മാർപ്പാപ്പ വരെ വരയ്ക്കാൻ എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ ഭാഗ്യമായിട്ടാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് എല്ലാവർക്കും കിട്ടുന്ന ഒരു അവസരമല്ല, എനിക്കായിട്ട് പ്രത്യേകമായിട്ട് ദൈവം തന്നൊരു അനുഗ്രഹമാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു കാര്യം നല്ലൊരു കാര്യമായതുകൊണ്ട് ഏറ്റെടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതിനുള്ള കളേഴ്സും വരയ്ക്കാനുള്ള സാധനങ്ങളും ഈ മാർപ്പാപ്പന്മാരുടെ ചിത്രങ്ങളാണെങ്കിലും എനിക്ക് തന്ന് എന്നെ സപ്പോർട്ട് ചെയ്യാനായിട്ട് എല്ലാവരും എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ഈ 226 മാർപ്പാപ്പന്മാരെയും വരയ്ക്കാൻ വേണ്ടി എനിക്ക് അവരുടെ റെഫറൻസ് പിക്ചേഴ്സ് ആവശ്യമുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഇവിടെ ഒന്നും നോക്കിയിട്ട് കിട്ടിയില്ല, കാരണം അങ്ങനെ ഇത് പെട്ടെന്നൊന്നും നോക്കിക്കഴിഞ്ഞാൽ കിട്ടില്ല എന്നറിയായിരുന്നു. അപ്പോൾ ഇവരുടെ പടങ്ങൾ റോമിൽ നിന്നാണ് കൊണ്ടുവന്നത്. ഇത് കൊണ്ടു തന്നത് ഞങ്ങളുടെ ഇവിടുത്തെ വികാരിച്ചനും കൊച്ചച്ചനും പിന്നെ സെബാസ്റ്റ്യൻ സാറും കൂടി ഇടപെട്ടിട്ടാണ് ഇത് നമുക്ക് കിട്ടിയത്. അപ്പോൾ ഇത് റോമിൽ നിന്നൊരു അച്ഛൻ, അവിടുത്തെ ഒരു അച്ഛൻ മുഖേനയാണ് നമുക്ക് വരയ്ക്കാനായിട്ട് എനിക്കിത് കിട്ടിയത്. ആദ്യമൊക്കെ ഞാൻ ഒരു പടം വീതമാണ് ഒരു ദിവസം വരച്ചിരുന്നത്. പക്ഷേ ഏറ്റവും അവസാനമായപ്പോൾ ഇത് തീർക്കാനായിട്ട് ഒരു 5.5 മാസമാണ് എനിക്ക് കിട്ടിയത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ എക്സാമൊക്കെ വന്നു. അപ്പോൾ ഇത് എത്രയും വേഗം തീർക്കണമെന്ന് എന്നോട് എല്ലാവരും പറഞ്ഞു. അങ്ങനെ ഞാനെങ്കിലും ഒരു ദിവസം 4 പടമെങ്കിലും വെച്ച് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ഞാൻ ശ്രമിച്ചു. അപ്പോൾ എനിക്ക് ഒരു ദിവസം 4 പടമെങ്കിലും ഞാൻ വരച്ചിരുന്നു. കാരണം നമ്മളൊരു കാര്യം ഏറ്റെടുത്ത് കഴിഞ്ഞാൽ അത് നന്നായിട്ട് ചെയ്ത് കൊടുക്കുക എന്നുള്ളത് നമ്മുടെ കടമയാണ്. അപ്പോൾ ഞാൻ ഓർത്തു നല്ല രീതിയിൽ ചെയ്യാൻ എനിക്ക് സാധിക്കണം എന്ന് ഞാൻ വിചാരിച്ചു. അതുകൊണ്ട് തന്നെ ഞാൻ ദൈവത്തോട് നന്നായിട്ട് പ്രാർത്ഥിച്ചു. ഞങ്ങളുടെ പള്ളിയിൽ ഇത് വരച്ചു കഴിഞ്ഞ പ്രദർശനത്തിന് വെച്ചത് ഡിസംബർ 26, 2017 അന്ന് ഇവിടെ മിഷലിങ്ങിൻ്റെ ഒരു മീറ്റിംഗ് ആയിരുന്നു പള്ളിയിൽ മൊത്തം. 142 ഇടവകകളിൽ നിന്ന് കുട്ടികൾ വന്നു, അവിടുത്തെ സിസ്റ്റേഴ്സ് വന്നു, അധ്യാപകർ വന്നു. അപ്പോൾ എല്ലാവരും ഈ പ്രദർശനം കണ്ടു. അന്നേരം കണ്ടവരെല്ലാവരും നല്ല അഭിപ്രായമായിരുന്നു പറഞ്ഞത്. പിന്നെ നമ്മുടെ കാഞ്ഞിരപ്പള്ളി രൂപതയുടെ സഹായമെത്രാനായ മാർ ജോസ് പള്ളിക്കൽ പിതാവ് ഉണ്ടായിരുന്നു. പിതാവ് പറഞ്ഞു, പിതാവിൻ്റെ ഒരു അത്ഭുതമായിരുന്നു ഞാനിത് വരച്ചതെന്ന് പറഞ്ഞപ്പോൾ പിതാവ് പറഞ്ഞു, നല്ല കാര്യമാണ്, എല്ലാവരും നല്ല പ്രോത്സാഹനമായിരുന്നു തന്നത്, ഇനിയും വരയ്ക്കണമെന്ന് ധാരാളം പേര് പറഞ്ഞു. കുറച്ച് പേര് പറഞ്ഞു ഇനി നിനക്ക് പഠിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ അതിന് വേണ്ട കാര്യങ്ങൾ ചെയ്യണമെന്ന് പറഞ്ഞു. പിന്നെ നല്ല രീതിയിൽ അവർ നല്ല രീതിയിൽ എനിക്ക് പ്രോത്സാഹനം തന്നു. അതായിരുന്നു എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ അംഗീകാരം, അതായിരുന്നു എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ സന്തോഷവും. ഞാൻ ഇങ്ങനെ വരയ്ക്കുമെന്നൊന്നും എനിക്കൊരു പ്രതീക്ഷയില്ലായിരുന്നു. കാരണം ഞാനിങ്ങനെ പഠിച്ചിട്ടൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ എനിക്കൊരു സംശയമായിരുന്നു. പക്ഷേ എങ്ങനെയോ ദൈവത്തിൻ്റെ അനുഗ്രഹം മൂലം എനിക്കിത് വരച്ചു തീർക്കാൻ സാധിച്ചു. അത് തന്നെ എനിക്ക് വലിയൊരു സന്തോഷമായിരുന്നു. വരച്ച് തീർത്ത ആ ദിവസം അത് എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ലാത്ത സന്തോഷമുള്ളൊരു ദിവസമായിരുന്നു. കാരണം ഇത്രയും വലിയൊരു കാര്യം ഏറ്റെടുത്ത് ചെയ്യാൻ സാധിച്ചു എന്നുള്ളത് തന്നെ. കാരണം ദൈവം നമുക്കൊരു അനുഗ്രഹം തന്നു കഴിയുമ്പോൾ അത് എത്ര ഇരട്ടിയായിട്ട് തിരിച്ചു കൊടുക്കാൻ സാധിക്കുമോ അത്രയും അനുഗ്രഹം നമുക്ക് തിരിച്ചു കിട്ടും എന്നെനിക്ക് അതിലൂടെ മനസ്സിലായി. ചെറുപ്പത്തിലെ തന്നെ ഞാൻ വരയ്ക്കാൻ തുടങ്ങിയപ്പോൾ തന്നെ എനിക്ക് പ്രോത്സാഹനം തന്നത് എൻ്റെ പപ്പയായിരുന്നു. നല്ല രീതിയിൽ വരയ്ക്കണം, എല്ലാവരും പഠിക്കാനുള്ള സമയത്ത് നീ വരച്ചുകൊണ്ടിരിക്കുവാണോ എന്ന് ചോദിച്ചുകൊണ്ട് വഴക്ക് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പപ്പയാണ് എന്നെ പറഞ്ഞത്, അവൾ വരയ്ക്കട്ടെ, അവൾക്കൊരു കഴിവ് കിട്ടിയതല്ലേ എന്ന് പറഞ്ഞ് എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഏത് മത്സരങ്ങൾ വന്നാലും എന്നെ കൊണ്ടുകൊണ്ടിരുന്നൊക്കെ പപ്പയായിരുന്നു. ഇന്ന മത്സരമുണ്ട്, നീ കൂടണം. എനിക്ക് ചില സമയത്ത് മടിയായിരിക്കും പോകാനായിട്ട്. അപ്പോൾ പപ്പ പറയും, നീ ഇതിന് പോകണം, നിനക്ക് സമ്മാനം കിട്ടും എന്നൊക്കെ പറയും. അപ്പോൾ തന്നെ എനിക്ക് തോന്നും ഇതൊന്ന് കൂടിയേക്കാമെന്ന് വിചാരിക്കും. അങ്ങനെ പോയി കൂടും. അങ്ങനെയൊക്കെയാണ് എനിക്ക് സമ്മാനങ്ങൾ കിട്ടുന്നത്. അപ്പോൾ 2 വർഷം മുമ്പ് പപ്പ എന്നെ വിട്ടുപോയി.
അപ്പോൾ ആ പപ്പയുടെ ഒരു വേർപാട് എന്നെ ശരിക്കും വേദനിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ പപ്പ ഇപ്പോൾ ഉണ്ടായിരുന്നെങ്കിൽ, ഈ വരച്ച ഒരു സമയത്ത് ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് പപ്പ വളരെയധികം സന്തോഷിച്ച് കാണുമായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. ചെങ്ങളം സേക്രഡ് ഹാർട്ട് കോൺവെന്റ് സ്കൂൾ വിദ്യാർത്ഥിനിയായ അനു അവധി ദിനങ്ങളിലും പഠനത്തിന് ശേഷം രാത്രികാലങ്ങളിലുമാണ് ചിത്രങ്ങൾ വരച്ചത്. ദൈവത്തിനു മുൻപാകെ തന്നെയും താൻ ഏറ്റെടുത്ത ചുമതലയെയും പൂർണ്ണമായി സമർപ്പിച്ച് പ്രാർത്ഥിച്ചാണ് അനു ഓരോ ചിത്രങ്ങളും പൂർത്തീകരിച്ചത്. ചെങ്ങളം പള്ളിയിൽ അനു വരച്ച ചിത്രങ്ങൾ ഏറെ അത്ഭുതം കുറിക്കുന്നതാണ്. മറ്റൊരു ദേവാലയങ്ങളിലൊന്നും ഇത്തരം മാർപ്പാപ്പന്മാരുടെ ചിത്രങ്ങൾ വരച്ച് കണ്ടിട്ടില്ല. അനു ഒരു സാധാരണ പെൺകുട്ടിയാണ്, +1 വിദ്യാർത്ഥിനിയാണ്. ചിത്രകല ഇതുവരെ പഠിച്ചിട്ടില്ല. എങ്കിൽ പോലും 5 മാസം കൊണ്ടാണ് ക്ലാസ് കഴിഞ്ഞ് വീട്ടിൽ വന്ന് രാത്രി വെളുപ്പിന് വരെ ഇരുന്ന് ഇത്രയും മനോഹരമായി മാർപ്പാപ്പന്മാരുടെ ചിത്രങ്ങൾ വരച്ചു തീർത്തത്. ചെറുപ്പത്തിൽ ധാരാളം പടം വരയ്ക്കുമായിരുന്നു. അന്ന് അനുവിന് എല്ലാ പ്രോത്സാഹനവും നൽകിയ അനുവിൻ്റെ പിതാവ് ഇപ്പോൾ ഇല്ല. അതാണ് അനുവിൻ്റെ ഏക വിഷമം. ഈ ചിത്രങ്ങൾ കാണുവാൻ അനുവിന് പിതാവ് ഇല്ലല്ലോ എന്നൊരു സങ്കടം മാത്രമേ ഉള്ളൂ. തൻ്റെ ചിത്രങ്ങൾ കണ്ട് എല്ലാവരും അഭിനന്ദിക്കുമ്പോഴും അനു ആരോടും പറയാതെ ഉള്ളിലൊതുക്കുന്ന ഒരു ദുഃഖമുണ്ട്. തന്നെ ചിത്രകലയിലേക്ക് കൈപിടിച്ച് നടത്തിയ പിതാവിൻ്റെ അകാലത്തിലുള്ള വേർപാട്. തിടനാട് പോലീസ് സ്റ്റേഷനിൽ കോൺസ്റ്റബിളായിരുന്ന അനുവിൻ്റെ പിതാവ് സാബു 2 വർഷങ്ങൾക്ക് മുൻപാണ് ഹൃദയാഘാതം മൂലം മരണമടഞ്ഞത്. മകൾ ചിത്രം വരയ്ക്കുന്നത് സാബു എല്ലായ്പ്പോഴും പ്രോത്സാഹിപ്പിക്കുമായിരുന്നു. പിതാവിൻ്റെ മരണത്തോടെ അനു ഒരിക്കൽ തൻ്റെ ചിത്രം വര തന്നെ അവസാനിപ്പിക്കാൻ തീരുമാനിച്ചുവെങ്കിലും സ്വർഗത്തിലെ ദൈവത്തിൻ്റെ സ്നേഹം ഈ കൊച്ചു പെൺകുട്ടിയെ വീണ്ടും ബ്രഷ് കയ്യിലെടുക്കാൻ പ്രേരിപ്പിച്ചു. 9ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് എനിക്ക് എൻ്റെ പപ്പയെ നഷ്ടമായത്. അപ്പോൾ ഞാൻ ഓർത്തു, എന്തിനാണ് ഇങ്ങനെ ഒരു ബുദ്ധിമുട്ട് എനിക്ക് ദൈവം തന്നത്, അങ്ങനെ ഒരു സങ്കടം എനിക്കുണ്ടായിരുന്നു. അപ്പോൾ ആദ്യത്തെ ദിവസമൊക്കെ എങ്ങനെ കടന്നു പോയെന്നല്ലോ എനിക്കറിയത്തില്ല. കാരണം അതൊക്കെ ഒരു സ്വപ്നം പോലെ എനിക്കിപ്പോൾ തോന്നുന്നത്. പക്ഷേ അങ്ങനെയല്ല, കുറച്ച് നാളത്തെ പ്രാർത്ഥനയുടെയും എല്ലാത്തിൻ്റെയും ഫലമായിട്ട് ഞാൻ മാറി. പതിയെ ഞാൻ പഠനത്തിലൊക്കെ ശ്രദ്ധ കേന്ദ്രീകരിച്ചു. അങ്ങനെ ഞാൻ പഠിക്കാൻ തുടങ്ങി. അങ്ങനെ ഞാൻ ആ ഒരു സങ്കടത്തിൽ നിന്ന് ഞാൻ കയറിപ്പോന്നു. കാരണം അതൊരിക്കലും എന്നെക്കൊണ്ട് തന്നെ സാധിക്കാൻ പറ്റുന്നതല്ല, അത് ദൈവത്തിൻ്റെ കൃപ ഒന്നുകൊണ്ട് മാത്രമാണ് എനിക്കത് സാധിച്ചതെന്നാണ് എൻ്റെ വിശ്വാസം. എൻ്റെ പപ്പയുടെ വേർപാടിന് ശേഷം ഒരു ദൈവത്തിലാണ് ഞാൻ എൻ്റെ പപ്പയുടെ സ്ഥാനത്ത് പിന്നെ ഞാൻ ദൈവത്തെയാണ് കണ്ടിട്ടുള്ളത്. എന്ത് വിഷമമുണ്ടെങ്കിലും ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ പറയും, ഇങ്ങനെയൊരു കാര്യമുണ്ട്, ഇങ്ങനെയൊക്കെ ഒരു കാര്യം നടത്തി തരണം. അപ്പോൾ അതെങ്ങനെയെങ്കിലും അതെനിക്ക് സാധിച്ചു തരുന്നതായിട്ടാണ് എനിക്ക് കാണാൻ സാധിച്ചിട്ടുള്ളത്. അപ്പോൾ പപ്പയാണെങ്കിൽ എന്തെങ്കിലും നമുക്കൊരാവശ്യം ഉണ്ടെങ്കിൽ നമ്മുടെ പപ്പയോട് പറയാം. അതുപോലെ എൻ്റെ ആത്മീയ ജീവിതത്തിൽ അല്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവുകയാണെങ്കിൽ ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ പറയും, എനിക്കിങ്ങനെ ഒരു ബുദ്ധിമുട്ടുകളുണ്ട്, എനിക്കിത് മാറ്റി തരണമെന്ന് പ്രാർത്ഥിക്കുമ്പോൾ അതിനെന്തെങ്കിലും ഒരു മാറ്റം വരുന്നതായിട്ട് എനിക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. വിശുദ്ധ ബൈബിളിലെ ഫിലിപ്പി 4:13 എന്നുള്ള വാക്യത്തിൽ എന്നെ ശക്തരാക്കുന്നവരിലൂടെ എല്ലാം ചെയ്യാൻ എനിക്ക് സാധിക്കും എന്നൊരു വചനമുണ്ട്. ആ വചനത്തിലാണ് എൻ്റെ പ്രതീക്ഷ. കാരണം ആ ഒരു വചനം ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ച സമയത്ത് ബൈബിൾ തുറന്നപ്പം അപ്രതീക്ഷിതമായിട്ട് കണ്ടു ഒരു പ്രാവശ്യം. പിന്നെ ഒരു ധ്യാനത്തിൽ വെച്ചൊരു സിസ്റ്റർ എന്നോട് പറഞ്ഞു. അങ്ങനെയാണ് ആ വചനത്തെ കൂടുതലായിട്ട് ഞാൻ മനസ്സിലാക്കാൻ ഒന്ന് വായിച്ച് മനസ്സിലാക്കി പിന്നെ അത് വെച്ച് പ്രാർത്ഥിച്ചു. അപ്പോൾ എനിക്ക് തോന്നി, ഞാൻ ഒറ്റയ്ക്കല്ല, എന്തെങ്കിലും നടക്കുന്നുണ്ടെങ്കിൽ അത് ദൈവത്തിൻ്റെ ഒരു കൃപയാണ്. എന്താണ് അടുത്തത് നടക്കുന്നത് എന്തെന്നുള്ളത് ദൈവമാണ് തീരുമാനിക്കുന്നത് എനിക്ക് മനസ്സിലായി. അപ്പോൾ ഞാനത് വെച്ച് എൻ്റെ ജീവിതത്തെ നോക്കിക്കാണുന്നു. കാരണം ഇനി എന്ത് വന്നാലും എനിക്ക് ഒരു പേടിയില്ല. കാരണം ദൈവമാണ് നമ്മളെ നയിക്കുന്നതെന്നറിയാം. എന്നെ ദൈവത്തിന് വേണ്ട എന്നൊരു തോന്നൽ എനിക്കുണ്ടായിട്ടില്ല. കാരണം ദൈവം നമ്മളെ എപ്പോഴും സ്നേഹിക്കുവാന്ന് ഞാൻ ചെറുപ്പം മുതലേ വേദപാഠ ക്ലാസ്സുകളിലും അച്ഛന്മാർ പറയുന്ന പ്രസംഗങ്ങളിലൂടെ എല്ലാം ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ദൈവം നമ്മളെ എത്ര പ്രതിസന്ധിയിലും കൈവിടില്ല എന്നൊരു പ്രതീക്ഷ എൻ്റെ മനസ്സിലുണ്ട്. ആ പ്രതീക്ഷയാണ് എന്നെ ഇങ്ങനെ ഒരു ചിത്രം വരയ്ക്കാനും അല്ലെങ്കിൽ ഇങ്ങനെ ഒരു മാർപ്പാപ്പന്മാരുടെ ചിത്രങ്ങൾ വന്നപ്പോൾ അത് വെറുതെ ഒരു നിസ്സാരമായ കാര്യമായി തള്ളിക്കളയാതെ ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹമെന്ന് കരുതി എനിക്കത് ചെയ്യാനും പൂർത്തിയാക്കാനും സാധിച്ചത് ആ ഒരു പ്രതീക്ഷയാലാണ്.
സ്കൂൾ യൂത്ത് ഫെസ്റ്റിവലിൽ നിന്നും ബൈബിൾ കലോത്സവങ്ങളിൽ നിന്നുമായി നിരവധി സമ്മാനങ്ങൾ അനു കരസ്ഥമാക്കിയിട്ടുണ്ട്. സാമ്പത്തിക പ്രാരാബ്ധങ്ങൾ ജീവിതത്തിലുണ്ടെങ്കിലും ദൈവം വഴി നടത്തും എന്ന് അനു ഉറച്ചു വിശ്വസിക്കുന്നു. രൂപതാ തലത്തിൽ തുടർച്ചയായി അനു ചിത്രരചനയിലെ സമ്മാനങ്ങൾ വാങ്ങുന്നത് കണ്ടപ്പോൾ മിഷൻ ലീഗിൻ്റെ ആഭിമുഖ്യത്തിലാണ് ഇത്തരത്തിൽ മാർപ്പാപ്പമാരുടെ ചിത്രങ്ങൾ വരയ്ക്കുന്ന ഒരു കാര്യം അനുവിനെ ഏൽപ്പിച്ചാലോ എന്ന് മിഷൻ ലീഗിൻ്റെ ഓർഗനൈസർ സെബാസ്റ്റ്യൻ സാറ് ഈ നിർദ്ദേശം മുന്നോട്ട് വെച്ചു. വികാരിസിന് അതിന് പൂർണ്ണമായ പിന്തുണയും നൽകി. അങ്ങനെയാണ് അനുവിനെ ചിത്രം വരയ്ക്കുന്നതിനായി ഏൽപ്പിച്ചത്. ഈ മാർപ്പാപ്പമാരുടെ ചിത്രങ്ങൾ വളരെ നന്നായിട്ട് ചുരുങ്ങിയ സമയം കൊണ്ട് അനു വരച്ചു തീർത്തു. അത് തീർച്ചയായിട്ടും അനുവിൻ്റെ ആ ചിത്ര രചനയിലുള്ള താല്പര്യവും അതിനോടുള്ള അർപ്പണ മനോഭാവമാണെന്ന് ഞങ്ങൾ തീർച്ചയായും മനസ്സിലാക്കുന്നു. ഈ കാര്യത്തിൽ മിഷൻ ലീഗിനും സൺഡേ സ്കൂളിനും പൂർണ്ണമായ സംതൃപ്തിയാണുള്ളത്. നല്ല ഒരു ചിത്രകാരി എന്ന നിലയിൽ അനു ഇനിയും ഭാവിയിൽ വളർന്നു വരട്ടെ എന്നതാണ് ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന. അനുവിൻ്റെ അമ്മ ജൻസിയും സഹോദരൻ അമലും അനുവിൻ്റെ എല്ലാ നിയോഗങ്ങൾക്കും വേണ്ടി സാധ്യമായതെല്ലാം ചെയ്യുന്നു. ഭർത്താവിൻ്റെ അപ്രതീക്ഷിത നിര്യാണത്തിൽ പതറിപ്പോയെങ്കിലും ദൈവം കരുതിക്കോളും എന്ന് ഈ അമ്മ വിശ്വസിക്കുന്നു. അഞ്ചര മാസക്കാലത്തെ രാത്രി പകലാക്കിയുള്ള അനുവിൻ്റെ അധ്വാനം ചരിത്രപരമായും ആത്മീയമായും സഭയ്ക്ക് വിലപ്പെട്ട സ്വത്തായി തീർന്നിരിക്കുന്നു. ജീവിതത്തിലുണ്ടാകുന്ന എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്യാൻ ദൈവമക്കളെ സ്വർഗം സഹായിക്കുമെന്ന് അനു വിശ്വസിക്കുന്നു. വരണ്ട നിലത്ത് മഴയെന്ന പോലെ കർത്താവ് തൻ്റെ മക്കൾക്കു വേണ്ടി കരുതുന്നു. തിന്മയെന്ന് മനുഷ്യൻ വിചാരിക്കുന്ന മുൾച്ചെടികളിലും ദൈവം നന്മയുടെ പൂക്കളെ സൃഷ്ടിക്കുന്നു. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപ എല്ലാവരുടെയും കൂടെ എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ.